കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് ടൗൺ ബ്ലോക്ക് വാർഷിക സമ്മേളനം നടത്തി. യാക്കര സുമംഗലി കല്യാണ മണ്ഡപമാണ് 34ാം വാർഷിക സമ്മേളനത്തിന് വേദിയായത്. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ ട്രഷറർ കെ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്രഗവൺമെന്റിന്റെ ട്രഷറിയിലേക്ക് നമ്മൾ അടച്ചു എന്ന് പറഞ്ഞാൽ 2013 മുതൽ 2026 ഈ മാസം വരെ ഏകദേശം 50,000 കോടി രൂപ ആ ഫണ്ടിലേക്ക് അടച്ചു. നമ്മൾ കേന്ദ്രഗവൺമെന്റ് ഈ ഗവൺമെന്റ് പിൻവലിക്കാൻ പോകാനുള്ള പൈസയിൽ നിന്നാൽ ഞങ്ങൾ ഇത് പിൻവലിച്ച് പഴയ പോലെ ആയിക്കോളാം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മറുപടി അത് മീഡിയയിൽ പത്രത്തിലൊക്കെ വന്നതാണ്. പണ്ടാണ്ട് PFRDA നിയമം അനുസരിച്ച് പാർലമെന്റ് പാസാക്കിയ PFRDA നിയമം അനുസരിച്ച് ആ തുക ഒരിക്കൽ അടച്ചാൽ പിന്നെ അത് തിരിച്ചിരിക്കില്ല. ഈ മിക്ക സാധനം തിരിച്ചെടുക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ അതിന് തിരിച്ചിരിക്കില്ല. ഇത് വേണമെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തന്നെ തുടർന്നോളൂ. ഈ അടച്ച പൈസ ഉടക്കണം. അത്രയും പൈസ അവിടെ കടത്തി നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഗവൺമെന്റും അത് തയ്യാറാവില്ല. അതുകൊണ്ടാണ് രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങി മറ്റു പല ഛത്തീസ്ഗഡ് മറ്റു പല സംസ്ഥാനങ്ങളും പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നടപ്പാക്കാൻ പറ്റാത്തത്. കാരണം ആർക്കും പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് H സൈമൺ അധ്യക്ഷനായി. V ഓമന, K രേണുകാദേവി, B വിജയൻ, VR രാജൻ, K നടരാജൻ, ഡോക്ടർ U ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.